പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ പലരും പ്രാണവിദ്യയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. എന്താണ് പ്രാണ? പ്രാണ എന്ന് പറഞ്ഞാൽ എനർജിയാണ്. ഈ എനർജി കോസ്മിക് എനർജിയായി പ്രപഞ്ചത്തിലുണ്ട്. എനർജി ബയോ എനർജിയായി നമ്മളിലുണ്ട്. ബയോ മാഗ്നറ്റിക് എനർജിയായി നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മുടെ എനർജി ബോഡി ആസ്ട്രൽ ബോഡിയുടെ റിഫ്ലക്ഷനായിട്ട് ഈ എനർജി നിൽക്കുമ്പോൾ നമ്മളതിനെ ഓറ എന്ന് പറയും, അല്ലെങ്കിൽ ജീവകാന്തി വലയമെന്ന് പറയും. ശക്തി നമ്മുടെ ശരീരത്ത് കുറയുമ്പോൾ ഈ ബോഡിയിൽ പ്രാണിക് ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് വ്യത്യസ്തമായ ആരോഗ്യ പ്രശ്നങ്ങൾ അഥവാ അസുഖം ഉണ്ടാകും. പ്രാണശക്തിയെ റേഡിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ നമുക്ക് എനർജി ഹീലിംഗ് നടത്തുവാൻ സാധിക്കും. ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും. എന്നാൽ എനർജി ബ്ലോക്ക് എന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. നമ്മളുടെ സൂക്ഷ്മ ശരീരത്തിലെ നാഡികളിൽ കൂടി യോഗശാസ്ത്ര പ്രകാരം നമ്മുടെ ശരീരത്തിൽ 72,000 സൂക്ഷ്മ നാഡികളുണ്ടെന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാഡിയാണ് സുഷുമ്നാ നാഡി. പിന്നെ വലതുവശത്തുള്ള പിംഗള നാഡി, ഇടതുവശത്തുള്ള ഇടാനാഡി. ഈ സുഷുമ്നാ നാഡിയിൽ കൂടിയാണ് കുണ്ടലിനി പവർ, നമ്മൾ അന്തർലീനമായിരിക്കുന്ന ആ ഡിവൈൻ എനർജി, കുണ്ടലിനി പവർ മൂലാധാര ചക്രത്തിൽ നിന്ന് ചക്ര ടു ചക്ര, സഹസ്രാര ചക്രത്തിലേക്ക് വരുന്നത് സുഷുമ്നാ നാഡിയിൽ കൂടിയാണ്. അതുകൊണ്ട് ഈ കുണ്ടലിനി എനർജി റൈസ് ആകുന്നതിന് മുമ്പ് സുഷുമ്നാ നാഡി അവേക്കൻഡ് ആകണം, സുഷുമ്നാ നാഡി പ്യൂരിഫൈഡ് ആകണം. അതുപോലെ തന്നെ ഇടത് ഭാഗത്തുള്ള ഇടാനാഡി, വലത് ഭാഗത്തുള്ള പിംഗള നാഡി, ഈ നാഡികളുടെ പ്യൂരിഫിക്കേഷൻ ആദ്യം നടക്കണം. അതുകൊണ്ടാണ് നാഡിശുദ്ധി പ്രാണായാമ എന്നൊരു പ്രാണായാമമുണ്ട് യോഗശാസ്ത്രത്തിൽ. ഈ നാഡിശുദ്ധി പ്രാണായാമം ചെയ്തതിന് ശേഷം നാഡിശുദ്ധി പ്രാണായാമം വേണ്ടും വണ്ണം ചെയ്ത് നാഡികളെല്ലാം പ്യൂരിഫൈ ആയതിനു ശേഷം മാത്രമാണ് കുണ്ടലിനിയുടെ അവേക്കണിങ് നടക്കേണ്ടത്. അപ്പോൾ ഈ പ്രാണ ആവശ്യത്തിന് നമുക്ക് ലഭിക്കുമ്പോൾ, എനർജി ബോഡി സ്ട്രോങ് ആയി മാറുമ്പോൾ നമ്മളുടെ ശരീരവും മനസ്സും വൈബ്രൻ്റ് ആയിട്ട് മാറും. നമ്മുടെ ഓരോ ചക്രങ്ങളെയുമ്പോൾ, ചക്ര ആക്ടിവേഷൻ ചെയ്യുമ്പോൾ, ചക്ര ഹീലിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടാണ് നാം ശുദ്ധീകരിക്കുന്നത്. ചക്രാസ് എന്ന് പറഞ്ഞാൽ അത് ഫിസിക്കൽ ബോഡിയിലുള്ള എനർജി ബോഡിയിലുള്ള ഊർജത്തിൻ്റെ സെൻറ്റേഴ്സ് ആണ്. ഈ എനർജി ബോഡിയിലുള്ള ഊർജത്തിൻ്റെ സെൻറ്റേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞതിന് അർത്ഥം നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് പോയി ആ ഉപബോധ മനസ്സിനെ ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ്. ന്യൂമറസ് ജനറേഷനായി, ജന്മജന്മാന്തരങ്ങളായി, അല്ലെങ്കിൽ നമ്മളുടെ ജനനം മുതൽ ഇന്ന് വരെയും നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ ഉപബോധ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഭയവിഹ്വലതകൾ, ആശങ്കകൾ, ഉത്കണ്ഠകൾ, ഇതെല്ലാം അവിടെ നിന്ന് നമ്മൾ എടുത്തു മാറ്റി ക്ലീൻ ചെയ്ത് മനസ്സിനെ നിർമ്മലമായ ഒരു സ്ഫടികം പോലെ ശുദ്ധീകരിക്കുന്ന പ്രോസസ്സാണ് ചക്ര ക്ലീനിങ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലരും ആരോഗ്യമാകാം, ശാരീരികമായ ആരോഗ്യമുള്ള, മാനസികമായ ആരോഗ്യക്കുറവുള്ളവരുണ്ടാകാം. അപ്പോൾ നമ്മൾ പ്രാണവിദ്യ വഴി എനർജി ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ, എനർജി ക്ലീനിങ് ചെയ്യുമ്പോൾ നമ്മുടെ മാഗ്നറ്റിക് ഫോഴ്സ്, ബയോ മാഗ്നറ്റിക് ഫോഴ്സ് നമ്മുടെ ശരീരത്ത് ശക്തമാവുകയും നമ്മളുടെ ഹീലിംഗ് മെക്കാനിസം ശരീരം ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഹീലിംഗ് മെക്കാനിസം ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന നടുവേദന, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, പെപ്റ്റിക് അൾസർ, തലവേദന, ഇങ്ങനെയുള്ള ശാരീരിക രോഗങ്ങളിൽ നിന്ന് തന്നെ നമ്മൾക്ക് അതിജീവിക്കുവാൻ സാധിക്കും. അതിലുപരിയായി പ്രാണശക്തി നമ്മുടെ മൈൻഡിലേക്ക് റേഡിയേറ്റ് ചെയ്യുമ്പോൾ, മനസ്സിൻ്റെ ഉപബോധ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് പോയി നമ്മുടെ മനസ്സിനെ നാം ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിൻ്റെ പവർ, ട്രമൻഡസ് പവറാണ് ഓരോ ഹ്യൂമൻ ബീയിങ്സിനുള്ളത്. നമ്മളിൽ പലരും നമ്മുടെ മനസ്സിൻ്റെ ഈ ശക്തി ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ട്രമൻഡസ് പവർ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുവാൻ സാധിക്കും. ഡീഫോക്കസ്ഡ് ആയിരിക്കുന്ന മെന്റൽ വേവ്സ്
ശക്തമായി നമുക്ക് ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളെ അതിജീവിച്ചിരിക്കുന്ന വിഷാദം, ഡിപ്രഷൻ അതിജീവിക്കുവാൻ സാധിക്കും. ഉത്കണ്ഠയിൽ നിന്ന് മാറി മനസ്സും ശരീരവും വിശ്രാന്തിയിലേക്ക് വരും. അതിനുള്ള ഒരു ടെക്നിക്കാണ് പ്രാണവിദ്യ. നിങ്ങൾ ഹിപ്നോട്ടിസത്തെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാകും. മോഡേൺ സൈക്കോളജിയിലെ ഹിപ്നോട്ടിസവും മറ്റും ഉണ്ടായിട്ട് ഏകദേശം 200 വർഷമായിട്ടുള്ളൂ. പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സിദ്ധിയുള്ള മഹർഷിമാർ, യോഗികൾ അവരുടെ ഒറ്റ ഒരു ദൃഷ്ടിയിലൂടെ അല്ലെങ്കിൽ ഒരു ചൂണ്ടാണി വിരൽ ചൂണ്ടിയതിൽ കൂടി, ഒരൊറ്റ നോട്ടത്തിൽ കൂടി മനുഷ്യരെ നിശ്ചലമാക്കി മാറ്റാൻ കഴിയുന്നവരാണ്. ഇതാണ് മാഗ്നറ്റിക് പവർ. അതാണ് പ്രാണശക്തിയുടെ റേഡിയേഷൻ. ഈ പ്രാണശക്തി വാക്കുകൾ കൊണ്ട്, നോട്ടത്തിൽ കൂടി, സ്പർശനത്തിൽ കൂടി റേഡിയേറ്റ് ചെയ്യുവാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ പ്രാണവിദ്യയിലൂടെ കടന്നു പോകുമ്പോൾ ശരീര മനസ്സുകളെ സ്ഫുടം ചെയ്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ അടിത്തട്ട് ക്ലീനാക്കി നിങ്ങളുടെ മൈൻഡ് പവർ ലക്ഷ്യത്തിലേക്ക് മാറ്റി ശക്തമായൊരു മനസ്സിൻ്റെ ഉടമയായി നിങ്ങൾക്ക് മാറുവാൻ സാധിക്കും. അതോടൊപ്പം ലഘുവായ ബ്രീത്തിങ് എക്സസൈസ്, സിമ്പിൾ പ്രാണായാമവും ലഘുവായ യോഗ പ്രാക്ടീസസും ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രാണവിദ്യയും ചക്ര മെഡിറ്റേഷനും അഭ്യസിച്ചാൽ ശാരീരികമായ രോഗങ്ങളും നിങ്ങൾക്ക് അതിജീവിക്കുവാൻ സാധിച്ച് നിങ്ങളുടെ ശരീരത്തെ ആരോഗ്യ സമ്പുഷ്ടമാക്കുവാൻ സാധിക്കും. മഹർഷീശ്വരന്മാര്, തപസ് ചെയ്ത മാമുനിമാര് ലോക നന്മയ്ക്കായി സംഭാവന ചെയ്ത മഹത്തായ ഒരു ശാസ്ത്രമാണ് പ്രാണവിദ്യ. ഈ പ്രാണവിദ്യയെക്കുറിച്ച് നമ്മൾ പലരും, മഹാഭൂരിപക്ഷവും അറിഞ്ഞിട്ടുണ്ടാകില്ല, കേട്ടിട്ടുണ്ടാകില്ല. കാരണം ഇത് ഗുരുപരമ്പരയായി, ഗുരുശിഷ്യ പരമ്പരയിൽ മാത്രം ഒതുങ്ങി നിന്ന, പബ്ലിക്കിലേക്ക് അധികം പോകാത്ത ഒരു രഹസ്യമായ പരിശീലന ക്രമമാണ്.